ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഏലക്കായെക്കുറിച്ച് അറിയാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗന്ധവും രുചിയും കൂടുതൽ ഉണ്ടാകുവാൻ വേണ്ടി ആഹാര പദാർത്ഥങ്ങളിൽ ചേർക്കുന്ന മസാലദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഏലക്കായാണ്. പാനീയങ്ങളിലും മധുരക്കറികളിലും ബിരിയാണിയിലും ഏലക്കായ ഒരു പ്രധാന ചേരുവയാണ്. ഭാരതത്തിലെ ഏലക്കായ്ക്കാണ് ലോക മാർക്കറ്റിൽ മുന്തിയ പരിഗണന. കേരളം, കുടക്, മൈസൂർ എന്നിവിടങ്ങളിൽ ഏലത്തിനാണ് ഏറ്റവും ഗുണം കൂടുതൽ കാണുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, മാംസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് എന്നിവ അടങ്ങിയ ഈ ഭക്ഷ്യദ്രവ്യമാണ് ഏലക്കായ. ആയുർവേദ, സിദ്ധ, യുനാനി പ്രകാരമുള്ള പല ഔഷധങ്ങളിലും ഏലം പ്രധാനമായി ചേരുവയാണ്. ആധുനിക ചികിത്സാ രീതിയിലെ പല ഔഷധങ്ങളിലും ഏലത്ത് ചേരുന്നുണ്ട്. ഏലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈലം ചേർത്ത് പല മിഠായികളും നിർമ്മിക്കുന്നു. ചായപ്പൊടിയുടെ കൂടെ ഏലക്കായപ്പൊടി ചേർത്തുണ്ടാക്കുന്ന ഏലച്ചായ ഉന്മേഷവർദ്ധനവും രുചിയും മണവും ഉണ്ടാക്കുന്നു. ഈ ഏലച്ചായ കുടിച്ചാൽ പുകവലിയിൽ നിന്നും മുക്തനാകാം എന്ന ഒരു ഗുണവും കൂടി. വയറിളക്കം, വയറുകൊടി എന്നിവയുള്ളവർ, മൂത്രക്കുറവ് അനുഭവപ്പെടുന്നവർ ഈ ഏലച്ചായ വളരെ ആശ്വാസം നൽകുന്നതാണ്. മൂത്രക്കല്ലുള്ള രോഗികൾ ഏലക്കാപ്പൊടി തമിഴാമ കഷായത്തിൽ ചേർത്ത് കഴിച്ചാൽ കല്ല് പൊടിഞ്ഞ് പുറത്തു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. വായനാറ്റം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഏലക്കായ ചവച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. 15 മില്ലി തേനിൽ 3 ഏലക്കായ പൊടിച്ചു ചേർത്ത് ദിവസേന രാത്രി കഴിച്ചുകൊണ്ടിരുന്നു കണ്ണിന്റെ കാഴ്ച വർദ്ധിക്കും. കുഴപ്പത്താൽ ഉണ്ടാകുന്ന ഗ്ലൗക്കോമ അഥവാ അതിമസ്തം തുടർച്ചയായുള്ള ഈ ചികിത്സ ഇതര സാധാരണമായ ഫലം ഉളവാക്കുന്നതായി കണ്ടിട്ടുണ്ട്. കൊളസ്ട്രോൾ വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളിലെല്ലാം ഏലക്കായ ജീരക കഷായത്തിൽ ചേർത്ത് തുടർച്ചയായി കഴിച്ചാൽ നല്ല ഫലമുണ്ടാകും. കുറച്ച് ഏലക്കായ അതിന്റെ തൊലി ഉൾപ്പെടെ പൊടിച്ച് 6 ഔൺസ് വെള്ളത്തിൽ 7 പുതിനയിലും ചേർത്ത് തിളപ്പിച്ച് കഷായമാക്കി പലവട്ടം വലിച്ചു കുടിച്ചാൽ എക്കിട്ടം അത് വലിയ ശബ്ദത്തോട് കൂടിയതായാലും ഫലം കിട്ടുന്നതാണ്. 2 നുള്ള ഏലക്കായ പൊടിച്ച് നാഴിപ്പാലിൽ തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം മധുരത്തിന് തേനും ചേർത്ത് ദിവസേന രാത്രി കഴിച്ചുകൊണ്ടിരുന്നാൽ ബുദ്ധിക്ക് നല്ല ഉണർവും ഓർമ്മശക്തിയും ക്രമേണ സിദ്ധിക്കുന്നതായി. പ്രായമായവർക്കുണ്ടാകുന്ന ഓർമ്മക്കുറവ് പരിഹരിക്കുന്നതിന് ഇത് വളരെ നല്ലതാണ്. എന്നാൽ ഏലക്കായയുടെ അമിതമായ ഉപയോഗം ധാതുശക്തി ക്ഷയിക്കുമെന്ന് ഹക്കീം സയ്യിദ് അക്ബർ രചിച്ച യുനാനി ചികിത്സാ ഗ്രന്ഥമായ മുജറബാദയിൽ കാണുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ ഔഷധ ഗുണങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.